ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു ക്യൂവിൽ രമേശിനേക്കാൾ 13 റാങ്ക് മുന്നിലാണ് സുമേഷ്. ഓക്കെ. അപ്പം ആദ്യം നമ്മൾ രമേശ് എന്ന് പറഞ്ഞ ഒരാളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നാണ് മേശ് എന്ന് പറഞ്ഞ ആളുണ്ട് എന്ന് മനസ്സിലാക്കുക. പിന്നാരാണ് പിന്നിൽ നിന്ന് 19ാം സ്ഥാനത്താണ് രമേശ്. ഓക്കെ. 19ാം സ്ഥാനത്ത് 19ാമത്തെ ആൾക്കാർ പിന്നിൽ നിന്ന് 19ാം സ്ഥാനത്താണ് ആര്? രമേശ്. സുമേഷിനേക്കാൾ 5 റാങ്കുകൾ പിന്നിലാണ് രാജേഷ്. രാജേഷിനേക്കാൾ ഇപ്പം മൂന്നാമത് ഒരാളും കൂടി ഉണ്ട്. എന്ത്? രാജേഷ്. മൂന്നാമത് ഒരാളും കൂടി ആര്യ. അപ്പം ഈ ആര്യ എന്ന് പറയുന്നത് മുന്നിൽ നിന്ന് 39ാം സ്ഥാനത്ത്. ഇയാൾ മുന്നിൽ നിന്ന് ഇയാൾ പിന്നിൽ നിന്ന് ഈ ഒരു പെണ്ണുങ്ങളും 39 മുന്നിൽ നിന്ന്. ഓക്കെ. ആരെങ്കിൽ ക്യൂയിൽ ആകെ എത്ര പേരുണ്ട്? സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ഞാനാണ് ഇപ്പം ഒരു ക്യൂവിലുണ്ട് ഉള്ളതെന്നുണ്ടെങ്കിൽ ആളുകളുടെ എണ്ണം കാണാൻ എന്ത് ചെയ്യുക? ആളുകളുടെ എണ്ണം ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് എൻ്റെ മുന്നിലുള്ളത് പ്ലസ് എൻ്റെ പിന്നിലുള്ളത് -1. ഈ ഒരു സംഭവമാണ് ചെയ്യേണ്ടത്. സോ ആദ്യം ആര്യൻ്റെ മുന്നിൽ എത്ര ആൾക്കാരുണ്ട്, ആര്യൻ്റെ പിന്നിൽ എത്ര ആൾക്കാരുണ്ട് എന്നുള്ളത് അറിയണം. ക്വസ്റ്റ്യനിൽ ഒരു സാധനം തന്നിട്ടുണ്ട്. എന്താ? മുന്നിൽ നിന്നും 39ാം സ്ഥാനത്താണ് ആര്യ. 39ാം സ്ഥാനത്ത് എന്ന് പറയുമ്പോൾ ആര്യൻ്റെ മുന്നിൽ ഇനി എന്താണ് 39 ആൾക്കാരുണ്ട് എന്നുള്ളത് അർത്ഥം. 39 ആൾക്കാരുണ്ട് എന്നുള്ളത് അർത്ഥം. സോ ആര്യൻ്റെ മുന്നിലുള്ള ആൾക്കാരുടെ എണ്ണം കിട്ടി. ആര്യൻ്റെ പിന്നിൽ ഇനി എത്ര ആൾക്കാരുണ്ട്? ആഫ്റ്റർ ഓൾ ഈ ആര്യൻ്റെ പിന്നിലാണ് ഈ പറയുന്ന രമേശ്, സുമേഷ്, രാജേഷ്. ആൾക്കാരുടെ ഒക്കെ ഒരു സ്ഥാനം ഒന്ന് സെറ്റപ്പ് ആക്കുക. എന്നിട്ട് ഇതിൽ അങ്ങോട്ട് ഇടുക. അപ്പോൾ ആദ്യം നമ്മൾ ആദ്യം തന്നെ രമേശാണ്. രമേശിൻ്റെ സ്ഥാനമാണ് ആദ്യം നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഒരു വീൽ രമേശിനേക്കാൾ 13 റാങ്ക് മുന്നിലാണ് സുമേഷ്. പിന്നിൽ നിന്ന് 19ാം സ്ഥാനം. ഓക്കെ. ഇയാളെ പിന്നിൽ നിന്ന് 19ാം സ്ഥാനം. ഇയാളെന്ന് പറഞ്ഞാൽ പിന്നിൽ നിന്ന് 19. ഓക്കെ. 19ാം സ്ഥാനത്താണ്. പിന്നെ ആരാണ്? സുമേഷിൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സുമേഷിനേക്കാൾ 5 റാങ്ക് മുന്നിലാണ് രാജേഷ്. രാജേഷിനേക്കാൾ 8 റാങ്കും സുമേഷിനേക്കാൾ 3 റാങ്കും. ഓക്കെ. ഒരു ക്യൂവിൽ രമേശിനേക്കാൾ 13 റാങ്ക് മുന്നിലാണ് സുമേഷ്. 13 റാങ്ക് മുന്നിലാണ് സുമേഷ്. അപ്പം എന്ത് ചെയ്താൽ മതി? ഈ പറയുന്ന സുമേഷിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ചിലപ്പം 19 + 13. ഈ 19 എന്തിനു ചെയ്ത്? രമേശിനേക്കാൾ 13 സ്ഥാനം മുന്നിൽ. ഓക്കെ. അപ്പം നിങ്ങൾ തന്നെ വരച്ച് ചെയ്ത് നോക്കുക. രമേശിനേക്കാൾ 13 സ്ഥാനം മുന്നിൽ. രമേശ് എന്ന് പറഞ്ഞാൽ 19ാം സ്ഥാനത്താണ് പിന്നിൽ നിന്ന്. ഓക്കെ. അപ്പം ഇയാളെക്കാട്ട് 13 സ്ഥാനം മുന്നിലേക്ക് ഓടണം. ഓക്കെ. അത് കഴിഞ്ഞ് ആരാണ് ഇനി? രാജേഷ് ഇപ്പൊ കിട്ടണ എന്താണ്? 19 + 13 പറഞ്ഞാൽ 32. ഈ 32 സുമേഷിനേക്കാൾ 3 റാങ്ക് മുന്നിലാണ് ആര്യ. അതൊക്കെ വിടുക. ആഫ്റ്റർ ഓൾ സുമേഷിനേക്കാൾ 5 റാങ്കുകൾ പിന്നിലാണ് രാജേഷ്. സുമേഷിനേക്കാൾ 5 റാങ്കുകൾ പിന്നിലാണ് രാജേഷ്. 32 - 5 ആണ് എന്ത്? രാജേഷ് അല്ലേ? ഇയാളെക്കാട്ടും പിന്നിൽ പറയുമ്പോൾ രാജേഷ്. 32 - 5 പറയുമ്പോൾ 27. ഓക്കെ. അപ്പോൾ രമേശ് പിന്നിൽ നിന്ന് 19, സുമേഷ് 32ാമത്, രാജേഷ് ഈ പറഞ്ഞ ആര്യ കഴിഞ്ഞിട്ട് 32ാമത്, രാജേഷ് 27ാമത്. ഇനി ഏതെങ്കിലും സതീഷിനേറ്റം ഉണ്ടോ നോക്കണം. അപ്പം അത് കഴിഞ്ഞിട്ട് ആര്യൻ്റെ കേസാണ് ഇനി. ആര്യൻ്റെ മുന്നിലുള്ള ആൾക്കാരൊക്കെ എണ്ണം അറിയാം 39 എന്നുള്ളത്. പക്ഷെ പിന്നിലുള്ള ആൾക്കാരെ എണ്ണം അറിയില്ല. 39ാം സ്ഥാനത്താണെന്നുള്ളതാണ്. അപ്പം ആര്യൻ 39ാം സ്ഥാനത്താണ്. ഇനി ആര്യൻ്റെ പിന്നിൽ ഇനി എത്ര ആൾക്കാരുണ്ട് എന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? ഒന്നുകിൽ രാജേഷിൻ്റെ സ്ഥാനത്ത് നിന്ന്. ഓക്കെ. രാജേഷിനേക്കാൾ 8 റാങ്ക് മുന്നിൽ. രാജേഷിനേക്കാൾ 8 റാങ്ക് മുന്നിലാണ്. അപ്പോൾ രാജേഷിന് 27ാമത്താണ്. പ്ലസ് 8 ചെയ്ത് കഴിഞ്ഞാൽ 35ആണ് ആര്യൻ്റെ സ്ഥാനം. ആര്യൻ്റെ പിന്നിൽ അപ്പം ഇനി എന്താണ്? 35 ആൾക്കാരുണ്ട്. ആ 35 ആൾക്കാരിൽ പെട്ടതാണ് ഇവരൊക്കെ. അപ്പം ആളുകളുടെ എണ്ണം കാണാനാണ് പറയണത്. സോ ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത്
എന്താണ് ആര്യ എന്ന ആളുടെ മുന്നിലുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ 39 സ്ഥാനത്താണ്. പ്ലസ് ആര്യൻ്റെ പിന്നിൽ ഇനി എത്ര ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ 35ആണ്. -1 39 പ്ലസ് 35 74 മൈനസ് 1 73 ഇയാൾ. 73 ഇങ്ങനെയാണ് ഇത് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരച്ച് നോക്കിയിട്ടൊക്കെ ചെയ്യാം. എന്തായാലും ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ബൈ.